11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഇന്ന് നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ തുടങ്ങാം. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും മനസ്സിലാക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്രീം കമാൻഡർ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പറയുന്നതനുസരിച്ചാണ് ഈ മാസ്റ്റർ ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നത്. കാരണം ഇതൊരു ഗ്ലാൻഡാണ്. ഈ ഗ്ലാൻഡാണ് മറ്റ് ഗ്ലാൻഡ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ബോണി ക്യാവിറ്റിക്കകത്താണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരാണ് സെല്ല ടേഴ്സിക്ക. ഇത് നമ്മുടെ ഹൈപ്പോതലാമസ് ബ്രെയിൻ്റെ പാർട്ടാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് ഒരു സ്റ്റോക്ക് വഴി ഇത് പിറ്റ്യൂട്ടറി ആയിട്ട് ബന്ധിച്ചിരിക്കുന്നു. ഈ പിറ്റ്യൂട്ടറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അതേസമയം ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതിന്റെ മറ്റൊരു പേര് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, സോ അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇനി ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വീണ്ടും രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഇതിനെ പറയുന്ന പേരാണ് പാസ് ഡിസ്റ്റാലിസ്. ഇതാണ് പാസ് ഇന്റർമീഡിയ. കാരണം ഇടയ്ക്ക് വരുന്നൊരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസിനെ നമ്മൾ പറയുന്ന പേരാണ് പാസ് നെർവോസ. അപ്പോൾ പിറ്റ്യൂട്ടറി ആദ്യം നമ്മൾ രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസും A for A ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസും. ഈ ന്യൂറോ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഈ ഭാഗം ഇവിടെ നിന്നൊരു ന്യൂറൽ കണക്ഷനുമായിട്ടാണ് ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസും ഈ പാഴ്സ് നെർവോസ അഥവാ ന്യൂറോ ഹൈപ്പോഫൈസിസും തമ്മിൽ ഒരു ന്യൂറൽ കണക്ഷനാണ്. അതാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതേസമയം ഈ ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം വെച്ചിട്ടാണ്. ഇത് ബ്ലഡ് വെസലാണ്. ഓക്കെ, അപ്പം ന്യൂറോൺ ഇവിടെ ഉണ്ട്, പക്ഷേ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബ്ലഡ് ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? രണ്ട് ഓർഗൻസിനെ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു യുണീക്ക് ബ്ലഡ് വെസൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പോർട്ടൽ സിസ്റ്റം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിവറിനും ഇൻഡസ്റ്റൈനും ഇടയ്ക്ക് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ന്യൂറൽ പോർട്ടൽ സിസ്റ്റം ബിറ്റ്വീൻ ഹൈപ്പോതലാമസും ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും ഉണ്ട്. ഇനി അപ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസിന് വീണ്ടും രണ്ട് പാർട്സ്, പാസ് ഡിസ്റ്റാലിസ് ആൻഡ് പാസ് ഇന്റർമീഡിയ. ഇവിടെ ന്യൂറോ ഹൈപ്പോഫൈസിസിന് പാസ് നെർവോസ. ഇനി ഈ അഡിനോ ഹൈപ്പോഫൈസിസ് കുറേ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നിന്നുള്ള GnRH വരുമ്പോൾ അത് LH എന്ന് വെച്ചാൽ ലൂട്ടിനൈസിങ് ഹോർമോണ്, പിന്നെ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിന്നെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഹോർമോൺ, പിന്നെ ഒരു പ്രൊലാക്റ്റിൻ, പിന്നെ അതുകൂടാതെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോണും ഉണ്ട്. ACTH എന്ന് പറയാം, അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. ഇത് നമ്മുടെ അഡ്രിനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തേത് LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ, പിന്നെ FSH അല്ലെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് രണ്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻ. കാരണം ഇത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഗൊണാഡ്സിലാണ്, ടെസ്റ്റിസിലും ഓവറിയിലും. പിന്നെ നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ അതായത് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ അത് നമ്മുടെ മിൽക്ക് സെക്രീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനൽ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ അഡ്രിനൽ കോർട്ടക്സ് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പാസ് ഇന്റർമീഡിയ. പാസ് ഇന്റർമീഡിയയ്ക്ക് ഒരേ ഒരു ഹോർമോൺ മാത്രമേ ഉള്ളൂ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് നമ്മുടെ ശരീരത്തിലെ പിഗ്മെന്റേഷൻ തരുന്നത് ഒരു പിഗ്മെന്റിന്റെ പേരാണ് മെലനിൻ അല്ലേ? കൂടുതൽ മെലനിൻ ഉള്ളപ്പോൾ നമ്മുടെ സ്കിന്ന് ഡാർക്കർ ആയിരിക്കും, കുറച്ചാണെങ്കിൽ ലൈറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ കൂടുതൽ മെലനിൻ സർഫസിലോട്ട് വരുമ്പോൾ നമ്മൾ ടാൻഡ് ആയിട്ട് അപ്പിയർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ മെലനിൻ കൂടുതലുള്ളത് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാത്രമാണ് പാസ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ന്യൂറോ ഹൈപ്പോഫൈസിസിലോട്ട് വരുമ്പോൾ രണ്ട് ഹോർമോൺസ് അത് റിലീസ് ചെയ്യണം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് അതല്ല, ഈ ഹൈപ്പോതലാമസ് രണ്ട് ഹോർമോൺസ് ഉണ്ടാക്കും. ആരൊക്കെയാണ്? ഒന്ന് വാസോപ്രസിൻ. വാസോപ്രസിനെ നമ്മൾ ADH എന്നും വിളിക്കും. ADH എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പരിചിതമായിരിക്കും. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ നമ്മൾ കിഡ്നി റെഗുലേഷനിൽ പഠിച്ചു അല്ലേ? എക്സസ് ഡയൂറസിൻ്റെ സമയത്ത് ADH സെക്രീറ്റ് ചെയ്യും. അപ്പോൾ വാസോപ്രസിൻ എന്നൊരു ഹോർമോണും പിന്നെ മറ്റൊരു ഹോർമോണാണ്
ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് ഹോർമോണാണ്. അതായത് അമ്മ കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു ലേബർ, അതായത് പെയിൻ വരാനും യൂട്രസ് കോൺട്രാക്ട് ചെയ്യാനും ഒക്കെ എന്ത് വേണം? ഓക്സിറ്റോസിൻ വേണം. അതുകൊണ്ടാണ് അതിനെ ബർത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഇത് കാരണമാണ് അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പാൽ ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ പാല് ഉൽപ്പാദിപ്പിക്കുകയല്ല, പാല് പുറത്തേക്ക് വരുന്നത് ഈ ഓക്സിറ്റോസിൻ കൊണ്ട്. അതുവരെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ, പക്ഷേ പുറത്ത് വരണമെങ്കിൽ അതിന് ഓക്സിറ്റോസിൻ വേണം. പിന്നെ ഇതിനൊരു നല്ലൊരു പേരും കൂടിയുണ്ട്, ലവ് ഹോർമോൺ. അതായത് ഒരു കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ഷന് ശേഷം ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ലവ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഹോർമോൺസ് ഉണ്ട്, വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഇവ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ്. പക്ഷേ ഹൈപ്പോതലാമസ് ഭയങ്കര സുപ്രീം കമാൻഡർ അല്ലേ, അപ്പോൾ അതിന് സെക്രട്ടറി ചെയ്യാനൊന്നും ഇഷ്ടമല്ല. അത് പിറ്റ്യൂട്ടറി കൊടുത്തിടുകയും ആവശ്യത്തിന് സെക്രട്ടറി ചെയ്യാൻ പറയും. അപ്പോൾ പിറ്റ്യൂട്ടറി ആണത് സെക്രട്ടറി ചെയ്യുന്നത്, പക്ഷേ അത് പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്നില്ല. അതേസമയം ഈ ഹോർമോൺസ് എല്ലാം ഈ അഡിനോ ഹൈപ്പോഫൈസിസ് ഉണ്ടാക്കിയിട്ട് തന്നെ സെക്രേറ്റ് ചെയ്യാണ്. പക്ഷേ ഇത് ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ആര് പറയണം? GnRH വരുമ്പോഴേ ഇത് റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ. അതേപോലെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ, റിലീസിങ് ഹോർമോൺ വരുമ്പോഴേ ഇത് റിലീസ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്കറിയാം ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും സ്റ്റോമാറ്റോസ്റ്റേറ്റിൻ വരണം. അങ്ങനെയൊക്കെ കൺട്രോൾഡ് ആണ്. പിന്നെ പോസ്റ്റീരിയർ പാസ് ഇന്റർമീഡിയയിൽ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാത്രമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസും കൂടി ഒന്ന് നോക്കാം. ഈ LH ആൻഡ് FSH ഞാൻ പറഞ്ഞു ഗൊണാഡോട്രോപ്പിൻസ് ആണെന്നല്ലേ. അപ്പോൾ ഇത് മെയിലിലും ഫീമെയിലിലും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് ഹോർമോൺസും. പക്ഷേ ഒരേപോലത്തെ ആക്ഷൻ പറ്റില്ല. കാരണം നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ മെയിൽസിലെ ടെസ്റ്റിസിൽ കുറച്ച് സെൽസ് ഉണ്ട്, അതിൻ്റെ പേരാണ് പറയുന്നത് ലീഡിക് സെൽസ്. ഈ ലീഡിക് സെൽസ് ആണ്, അത് നിങ്ങൾ കഴിഞ്ഞ അടുത്ത വർഷമാണ് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കും. അപ്പോൾ ലീഡിക് സെൽസിന് നമ്മുടെ മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ ലീഡിക് സെൽസിലേക്ക് ഈ LH വരുമ്പോഴേക്കും അതെന്ത് ചെയ്യും? നമ്മുടെ ലീഡിക് സെൽസിനെ കൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ് സ്പേം ഫോർമേഷനും പിന്നെ മെയിലിൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ ഫീമെയിലാണെങ്കിലോ ഇതേ LH ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിലിൽ, അതായത് 28 ഡേ ഉള്ള ഒരു സൈക്കിളാണെങ്കിൽ ഓൾമോസ്റ്റ് 14-15 ദിവസങ്ങളിൽ ഈ LHൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അതിനെ പറയുന്ന പേരാണ് LH സർജ്. അതിൻ്റെ ഫലമായിട്ടാണ് ഓവം റിലീസാവുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ. ആ സമയത്ത് സ്പേം വന്നെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ. അപ്പം മെയിലിൽ LH എന്ത് ചെയ്യും? ലീഡിക് സെൽസിനെ കൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യും. ഫീമെയിൽ LHൻ്റെ പീക്ക് മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളിൽ അത് ഓവുലേഷന് കാരണമാണ്. ഇനി രണ്ടാമത് ആരാണ്? FSH. FSHൻ്റെ പേര് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. LH എന്ന് പറയുന്നത് ല്യൂട്ടിനൈസിങ് ഹോർമോണാണ്, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പോൾ സ്ത്രീകളിൽ ഫോളിക്കിൾസ് ഉണ്ട്. അതായത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറിയിൽ ധാരാളം ഫോളിക്കിൾസ് ഉണ്ട്. പക്ഷെ അതെല്ലാം പ്രൈമറി സ്റ്റേജിലാണ്, അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഇനി പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൈമറി ഫോളിക്കിൾസ് സെക്കൻഡറി ആകും, സെക്കൻഡറി ഫോളിക്കിൾ ടേർഷറി ആവും, ടേർഷറി ഫോളിക്കിൾ മെച്ചുവർ ആയിട്ടാണ് അത് ബേസ്റ്റ് ചെയ്തിട്ട് ഓവം വെളിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ FSH കൊണ്ടാണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ ഫോളിക്കിളിൻ്റെ മെച്ചുറേഷൻ ഓഫ് ഫോളിക്കിൾ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതിനാര് ഹെൽപ്പ് ചെയ്യും? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി പുരുഷന്മാരിലേക്ക് വരുമ്പോൾ അവർക്ക് ഫോളിക്കിൾസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ ലീഡിക് സെൽസിൻ്റെ അടുത്ത് മറ്റൊരു ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അതിൻ്റെ പേരാണ് സെർട്ടോളി സെൽസ് എന്ന് പറയും. ഈ സെർട്ടോളി സെൽസ് ഈ പുതുതായി ഉണ്ടാകുന്ന സ്പേംസിനെയൊക്കെ നറിഷ് ചെയ്യാനുള്ളതാണ്, അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു FSH ആക്ട് ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ നറിഷ്മെൻറ്റ് കൊടുക്കാനും പിന്നെ സ്പേം ഫങ്ഷൻ്റെ അതിനുള്ള കുറച്ച് ഫാക്ടേഴ്സൊക്കെ സെക്രീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് LH FSH മെയിലിനും ഫീമെയിലും ചെയ്യുന്ന ഫങ്ഷൻസ്. പിന്നെ ഉള്ളത് ഗ്രോത്ത് ഹോർമോണാണ്. നിങ്ങൾക്കറിയാം ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രോപ്പർ സെക്രീഷനാണ് നമ്മുടെ പ്രോപ്പർ ഗ്രോത്ത് നിർണ്ണയിക്കുന്നത്. ചില ആളുകളിൽ ഗ്രോത്ത് ഹോർമോൺ വളരെ കുറവായി പോകും. അങ്ങനെയുള്ളവർ വളരെ ഡ്വാഫായിരിക്കും അല്ലേ, ഒരു 1-1.5-2 ഫീറ്റിൽ കൂടില്ല. അവരുടെ പേരാണ്, അതിൻ്റെ കാരണമാണ് പിറ്റ്യൂട്ടറി ഡ്വാഫിസം. അതായത് പിറ്റ്യൂട്ടറി ഹോർമോൺ, അതായത് ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ അത് അണ്ടർ സെക്രീഷനാണ് അല്ലേ, ആവശ്യത്തിനില്ല. അപ്പോൾ അത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ വളർച്ച മുരടിക്കുന്നു. അതാണ് പിറ്റ്യൂട്ടറി ഡ്വാഫിസം.
ഇനി ഇതിനൊരു ഓപ്പോസിറ്റ് കേസും കൂടെ വരും. എന്താണ്? ഓവർ സെക്രീഷൻ. ചില ആൾക്കാരിൽ ആവശ്യത്തിലും കൂടുതലായി പോകും. സോറി. അപ്പോൾ അവരെന്ത് ചെയ്യും? വളരെ ഹൈറ്റുള്ള ആളുകളായിട്ട് മാറും. അബ്നോർമൽ ഹൈറ്റിലേക്ക് 7.5 8 അടി നീളം. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് പറയും? ജൈജൻറ്റിസം. അപ്പോൾ ഡ്വാർഫിസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജൈജൻറ്റിസം. ഇനി ഈ ജൈജൻറ്റിസം ഉള്ള ആളുകളിൽ വേറൊരു പ്രത്യേകതയും കൂടെ കാണാറുണ്ട്. അവരുടെ മുഖത്ത് ഈ പ്രത്യേകിച്ച് ഈ താടിയിലിൻ്റെ ഭാഗം കൂടുതൽ നീണ്ടിട്ട് ഒരു ഡിഫോമിറ്റി, അതായത് ഒരു നോർമൽ ഇതിനല്ലാതെ ഒരു രൂപ വ്യത്യാസം സംഭവിക്കുന്നു. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് അക്രോമെഗലി. ഓക്കെ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ജൈജൻറ്റിസം ഉള്ള ആൾക്കാരിൽ അക്രോമെഗലിയും സംഭവിക്കാം. അതേസമയം മറ്റേതാണെങ്കിലോ പിറ്റ്യൂട്ടറി ഡ്വാർഫിസമാണ് വരുന്നത്. ഇനി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിനെ അതിൻ്റെ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതേപോലെ ACTH എന്ന് പറയുന്നത് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സ്, അതായത് കിഡ്നിയുടെ പുറത്താണ് ആരുള്ളത്? നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് 2 ഭാഗങ്ങളുണ്ട്, അഡ്രീനൽ കോർട്ടെക്സ് മെഡിൽ. നമ്മളിനി പഠിക്കും. അവിടെ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്നുള്ളൊരു കോർട്ടിക്കോയിഡ് ഹോർമോൺ ഉണ്ട്. അത് സെക്രീറ്റ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ACTH. നമ്മളതിന് വ്യക്തമായി പഠിക്കും. ഇനി മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്ത്, അതായത് ഒരു കുട്ടി പ്യൂബർട്ടി എത്തുമ്പോൾ തൊട്ടുള്ള മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തും അതിൻ്റെ മിൽക്ക് സെക്രീഷൻ, മിൽക്ക് പ്രൊഡക്ഷനും ഉള്ള ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രൊലാക്റ്റിനാണ്. അപ്പോൾ മിൽക്ക് ഉണ്ടാക്കുന്നതാണ് പ്രൊലാക്റ്റിൻ. പക്ഷേ മിൽക്ക് പുറത്തേക്ക് ഇജക്ട് ചെയ്യണമെങ്കിൽ ആര് വരണം? ഓക്സിറ്റോസിൻ. അതുകൂടാതെ പ്രസവത്തിൻ്റെ സമയത്തുള്ള മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഓക്സിറ്റോസിൻ കൊണ്ടാണ്. അത് ചൈൽഡ് ബർത്തിനെ സഹായിക്കുന്നതുകൊണ്ട് നമ്മളതിനെ ബർത്ത് ഹോർമോൺ എന്ന് പറയുന്നു. ഇനി വാസോപ്രസിൻ എന്ന് പറയുന്നത് ADH ആണ്, ആൻറ്റി ഡയററ്റിക് ഹോർമോൺ. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സസ് വാട്ടർ പുറത്തു പോകുമ്പോൾ നമ്മുടെ DCTയിൽ നിന്ന് കൂടുതൽ റീഅബ്സോർപ്ഷൻ, സോൾട്ടും വാട്ടറും റീഅബ്സോർബ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വാസോപ്രസിൻ ആണ്. പക്ഷേ ഈ 2 ഹോർമോൺസ് ഉണ്ടാക്കുന്നത് പിറ്റ്യൂട്ടറി അല്ല. ഹൈപ്പോതലാമസ് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊടുക്കും. പിറ്റ്യൂട്ടറി അതിനെ സെക്രീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്.